ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്, റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായി ചെല്ലുന്ന സംഗതികളാണ്. അത് ഇമാമിങ്ങൾ നമുക്ക് പതിവായി ചെല്ലേണ്ട ദിക്റുകൾ ക്രോഡീകരിച്ചു തന്നു. ഒരു ദിവസം നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ. അത് ക്രോഡീകരിക്കുന്നത് എന്തിനാണ്? നമ്മളെപ്പോലുള്ള സാധുക്കളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് ഓരോന്നും ഹദീസിൽ നോക്കി കണ്ടുപിടിച്ച് ചെല്ലാൻ അവർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ മഹലിലും ഓരോ നാട്ടിലുമുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ദിക്റുകൾ, ഒരുപാട് കാവലുകളാണ് ആ ദിക്ർ. പിശാചിൽ നിന്നുള്ള കാവലിന്റെ ദിക്റുകളുണ്ട്. അതുപോലെ ഒരുപാട് ഖൈറാത്തുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അത്തരം ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. അതിന് നമുക്ക് ഇമാമിയങ്ങൾ ചെയ്തു തന്ന ഒരു വലിയ ഉപകാരമാണ് അത്തരം ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച ദിക്റുകൾ. അത് പതിവായി ചെല്ലണം എന്നതുകൊണ്ട് റാത്തീബ് എന്ന് പറയുന്നു. അത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതായതുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നു. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ചില ആളുകള് നമ്മുടെ സഹോദരിമാരെയും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വഹാബികൾ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ആശയമുണ്ട്. ഹദ്ദാദ് റാത്തീബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ എന്ന് ചോദിക്കും. ഹദ്ദാദ് റാത്തീബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് ഹദ്ദാദ് റാത്തീബാ ഉപയോഗിച്ചത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കും. ഈ ചോദ്യം മഹാസഫായത്താണ്, പോയത്തമാണ്. കാരണം ഈ ദിക്റുകളൊക്കെ ഹദീസിലുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. അത് ഓരോ ദിവസവും ചെല്ലൽ സുന്നത്ത് തന്നെയാണ്. അത് ഒരു പുസ്തകത്തിലേക്ക്, ഒരു ചെറിയ ഏടിലേക്ക് ക്രോഡീകരിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണ് ബിദ്അത്താകുന്നത്? അതെങ്ങനെയാണ് ലലാലത്താകുന്നത്?